ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കർമ്മേൽ മീഡിയ വിഷന്റെ നേതൃത്വത്തിലാണല്ലോ. कर्मेल मीडिया विशन की अगुवाई पर इस सभा को यहाँ पर संचालित किया जा रहा है। പ്രിയ സഹോദരൻ ജയൻ, അദ്ദേഹത്തിന്റെ പത്നി ലീന, ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. हमारे प्रिय भाई जैन और उनकी पत्नी बहन लीना, उन प्रियजनों को स्मरण करते हैं और प्रभु का धन्यवाद करते हैं। കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽപ്രവർത്തികളെയും അവരുടെ പ്രയത്നങ്ങളെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് അവർക്ക് പ്രതിഫലം കൊടുത്ത് മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. प्रभु के नाम के निमित्त वे प्रियजन जो भी इस भलाई के कार्य को करते हैं और जो कुछ भी उनका योगदान प्रभु के राज्य के प्रति है, उन सारी बातों को स्मरण करते हैं और आशा करते हैं कि प्रभु उनको बहुतायत आशीष दे। ദൈവവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യം നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വാക്യമാണ് ഇത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. ഹിന്ദി ബൈബിളാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ അതൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. क्योंकि परमेश्वर का वचन जीवित और प्रबल और हर एक दोधारी तलवार से भी बहुत चौका है और प्राण और आत्मा को और गांठ गांठ और गूंदे गूंदे को अलग अलग करके आर पार छेदता है और मन की भावनाओं और विचारों को जांचता है. इब्रानियों की पत्री 4 अध्याय उसके 12वें पद को हम आज रात यहाँ पर पढ़कर सुने हैं, जो बहुत ही अद्भुत और सुंदर वचन है. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവവചനം ജീവനുള്ളതാണ് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. सबसे पहला यहाँ पर बताया गया है कि परमेश्वर का वचन जीवित है. ജീവനുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ ചില ജീവിതങ്ങളിൽ ജീവന്റെ തുടിപ്പ് വ്യാപരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ വേണം നമ്മൾ ഓരോരുത്തരും ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുവാൻ. परमेश्वर का जीवित वचन की घोषणा जब यहाँ पर की जाएगी, होने पाए कि वो वचन हमारे अंदर क्रिया करे, इस प्रकार की प्रार्थना के साथ होना यहाँ पर बैठना अनिवार्य है. ആമേൻ. വചനത്തിന് ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവനുള്ള വചനം ചില പ്രവർത്തികൾ ഇവിടെ ചെയ്യുവാനിടയായിത്തീരും. वचन के अंदर जीवन है तो वो जीवन का कार्य हमारे बीच में कर उठाते हैं. നമ്മുടെ ശരീരത്തിൽ ഈ ജീവൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുവാനും ഇരിക്കുവാനും ഇവിടെ വരുവാനും ഇടയായതെങ്കിൽ ഇതുപോലെ തന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ജീവിതങ്ങളെ ക്രിയയിലേക്ക് നടത്തുമാറാകട്ടെ എന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. हमारे शरीर में जीवन होने के कारण है कि हम यहाँ पर उठते हैं, बैठते हैं, चल फिर पाते हैं. इसी प्रकार से परमेश्वर के वचन जो जीवन रखता है वो जीवन देने लायक भी है और अनेक लोगों के अंदर उसकी जीवन से जुड़े वो क्रिया को प्रदान करे, ये मेरी प्रार्थना है. രണ്ടാമത്തെ ഭാഗത്തോടെ പറഞ്ഞിരിക്കുന്നത് പ്രബൽ എന്നുള്ള ജീവനും ചൈതന്യവും ഉള്ളതായി. അതിന്റെ അർത്ഥം ക്ഷീണിച്ചിരിക്കുന്ന മനസ്താപത്തോടെ ഇരിക്കുന്ന വേദനപ്പെട്ടിരിക്കുന്ന ചിലരില് ഇന്ന് രാത്രികാലം ഈ വചനം ദൈവിക ചൈതന്യം നൽകി ദൈവജനത്തെ മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. यहाँ पर दूसरी बात जो यहाँ पर अंकित है वो यह है कि परमेश्वर का वचन प्रबल भी है. जो लोग मन में थके हुए हैं, निराश होकर यहाँ पर आए हैं, ये वचन जो प्रबल है, जो चलनात्मक है, वो हमारे अंदर अपनी क्रिया को कर उठाने पाए. ഇന്ന് രാത്രി തളർന്നവരായി, നിരാശപ്പെട്ടവരായി, ക്ഷീണിതരായി ഇവിടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ തേജസ്, ഒരു പുതിയ പ്രത്യാശ, ഒരു പുതിയ നിയോഗം സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ധ്യാവേളയിൽ ആശംസിക്കുകയാണ്. आज अगर यहाँ पर कोई थकित होकर, उदास होकर, निराशाजनक होकर यहाँ पर मौजूद है, तो यह मेरी प्रार्थना और परमेश्वर से मेरी उम्मीद यह है कि हमारे जीवन के अंदर अपने कार्य को करने पाए, अपनी नियुक्ति को लेकर आने पाए, अपने तरीके से हमें आगे चलाने पाए और बढ़ावा प्रदान करने पाए. ദോധാരി തൽവാർ സെ ചോക്കാ ഹെ, അതായത് ഇരുവായി തലയുള്ള എല്ലാ വാളിനെക്കാട്ടിലും മൂർച്ചയേറിയത് ഇന്നുവരെ ഈ
ലോകത്തിൽ അവൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വാളുകളെക്കാട്ടിലും മൂർച്ചയേറിയ ഈ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ദൈവദാസനിലൂടെ ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ ശക്തമായ ദൈവിക പ്രവൃത്തി അന്തരാത്മാവിൽ, ഹൃദയത്തിന്റെ നിലവുകളിൽ, വിചാരങ്ങളിൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ये वचन जो है लिखा गया है कि दुधारी तलवार से छौका है, जिसका अर्थ है कि संसार में किसी भी प्रकार की तेज तलवार हो या फिर छुरिया हो, उन सारी बातों से बढ़कर सामर्थ रखने वाला, छौका रखने वाला ये परमेश्वर का वचन जब आज रात परमेश्वर के दास हमारे बीच में बांटेंगे, होने पाए कि हमारे विचारों में, हमारे दिल के अंदरूनी भागों में, हमारी अंतर मन में इसकी क्रिया प्रकट किया जाने पाए. ഈ ലോകത്തിലുള്ളതെല്ലാം നശിച്ചു പോകുമ്പോൾ നശിക്കാത്ത ഒരേ ഒരു കാര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ വചനമാണ്. ഇന്ന് രാത്രി നാശമില്ലാത്ത ഈ വചനം, അവിനാശിയായ ഈ വചനം ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ നാശത്തിൽ കിടക്കുന്ന ചിലര് നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സത്യദൈവത്തിങ്കിലേക്ക് തിരിയുമാറ് ഒരു ദൈവപ്രവൃത്തി ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. संसार की सारी बातों का अंत है और सारी बातें जब नाश हो जाती है, केवल एक ही बात है जो हमेशा के लिए ठहरता है, वो परमेश्वर का वचन है जो अविनाशी है. और होने दे कि ये प्रभु के वचन जब परमेश्वर के दास यहां पर घोषणा करते हैं, अनेक लोगों को उस नाशवान अनुभव से, उस अविनाशी अनुभव में, अनंतता की अनुभव में ये अगुवाई करने पाए. ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ये वचन के बारे में इस प्रकार से बताया गया है कि यह वचन स्वर्ग में हमेशा स्थिर रखा गया वचन है. ആമേൻ. ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി ആത്മീക സ്ഥിരതയിലേക്ക് ഈ വചനം നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഉറപ്പിക്കട്ടെ. कुछ जीवनों को परमेश्वर इस वचन के जरिए उनके आत्मिक स्तर में स्थिर करने पाए और उन्हें आगे बढ़ावा दे, इस प्रकार की मेरी प्रार्थना और उनके प्रति उम्मीद रखता हूं. ഒരൊറ്റ ഭാഗം കൂടെ ഞാനിവിടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുക. एक और पद को मैं आपके बीच में रखते हुए मैं समाप्त करना चाहूंगा. ആമേൻ. मन की भावनाओं और विचारों को जानता है. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെയും വിചാരങ്ങളെയും നിലവുകളെയും ആരായുന്ന ഈ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നുവോ ആ വിഷയത്തിന്റെ മേൽ പരിഹാരമുണ്ടാക്കി വിടുതൽ നൽകി നിങ്ങളെ വിടുതലോടെ ഇവിടെ നിന്ന് മടക്കി അയക്കുവാൻ ഈ വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ये वचन के विषय में ऐसा लिखा गया है कि ये मन की भावनाओं को और विचारों को जांचता है. अगर ऐसा है तो होने पाए कि ये वचन आज रात जिस दुख और परेशानी के सामने आप यहां पर आए हैं, वो आपके अनुभवों को जांचे, परखे, आपकी भावनाओं को समझते हुए उसके मुताबिक जवाब और उत्तर को लेकर आने पाए, यह भी मेरी प्रार्थना है. ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ആമേൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നല്ലൊരു ഹല്ലേലൂയ നാവ് കൊണ്ട് മാത്രമല്ല ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് നമ്മുടെ ദൈവത്തിന് നല്ലൊരു ഹല്ലേലൂയ പറയാം. परमेश्वर के दासगण और परमेश्वर के जन जो यहाँ पर मौजूद हैं और यह चाहत के साथ आए हैं कि परमेश्वर की ओर से हम बड़ी बातों को पाए, ग्रहण करें और बड़े कार्य यहाँ पर होने दे, इस प्रकार की चाहत रखने वाले क्यों ना एक और बार अपने हाथों को उठाकर हम प्रभु का जोरदार धन्यवाद करें. ദേശത്തിന്റെ മേൽ അടക്കി വാഴുന്ന ജാതിക ശക്തികൾ ഇന്ന് രാത്രി വിറയ്ക്കുമാറ്, അധോലോകത്തിന്റെ ഫാട്ടക്ക് ഇന്ന് രാത്രി കുലുകുമാറ്, ദൈവപ്രവൃത്തിയുടെ വചനത്തിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രിയോടെ വെളിപ്പെടുമാറാകട്ടെ. देश को अपने काबू में रखकर इस पर प्रभुता निभाने वाली, राज करने वाली हर एक अंधकार की सामर्थ और अधोलोक के फाटक इस वचन के सामने आज रात घुटने टेकने पाए. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ഈ കൺവെൻഷൻ ദേശത്തിന്റെ വിടുതലിനും സുവിശേഷത്തിന്റെ മഹത്വത്തിനും ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനും മുന്നേറ്റത്തിനും കാരണമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ കൺവെൻഷൻ ഈ രാത്രികാലം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. पिता पुत्र पवित्र आत्मा के नाम में यीशु समाचार की सम्मेलन परमेश्वर के राज्य की बढ़ोतरी के लिए, सुसमाचार के वचनों को बढ़ावा मिलने के लिए और इस देश में छुटकारे को प्रकट किया जाने के लिए, कलीसिया की बढ़ोतरी के लिए एक और बार पिता पुत्र पवित्र आत्मा के नाम से मैं ये घोषणा करता हूं कि सुसमाचार की सम्मेलन यहां पर उद्घाटित किया जाता है. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. क्या ना हम मिलकर एक क्षण प्रभु के हजूरी में प्रार्थना करें. ഒരു പ്രാവശ്യം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. क्यों ना एक बार हम प्रभु के हजूरी में खड़े हो जाएं. ആമേൻ. കണ്ണുകൾ അടയ്ക്കാം. अपने आंखों को हम बंद करें. ദൈവ പ്രവൃത്തിക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. परमेश्वर के कार्य के लिए हम मिलकर परमेश्वर से दुआ मांगे. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, हमारे स्वर्गीय पिता परमेश्वर, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ നൽകിയതിനാൽ സ്തോത്രം. आपके पुत्र और हमारे उद्धारकर्ता प्रभु यीशु मसीह के नाम में आज रात हमें यहाँ पर इकट्ठा होने के लिए आपने ये मौका दी, इसलिए आपका धन्यवाद करते हैं. ഈ ഹാളിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. इस आलय को आपके हुजूर में हम समर्पित करते हुए प्रार्थना करते ഈ हैं. ഹാളിന്റെ ഉള്ളിൽ കഴിഞ്ഞ നിമിഷം വരെ വ്യാപരിച്ചു നിന്ന എല്ലാ ശത്രുവാദങ്ങളെയും ദൈവം ഉടച്ച് ഈ ശുശ്രൂഷയെ ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഇവിടെ വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. इस आलय के अंदर बीते दिन तक जो कुछ भी घटी है और एक शैतान की मोह को आज रात हम नासरी यीशु मसीह के नाम से उसे तोड़कर इसे पवित्र करते हुए हम प्रार्थना करते ഈ हैं. അന്തരീക്ഷം യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. यहाँ की वातावरण यीशु मसीह के नाम में पवित्र किया ഈ जाए. അന്തരീക്ഷത്തിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണം വ്യാപരിക്കട്ടെ. इस वातावरण के अंदर परमेश्वर की महान कार्य प्रकट होने ഇവിടെ पाए. കടന്നു വന്നവരിൽ ദൈവാത്മാവിന്റെ ചൈതന്യം യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ. यहाँ पर जो मौजूद है उनके अंदर परमेश्वर की आत्मा के कार्य यीशु के नाम में वे महसूस करने पाए. ഇന്ന് രാത്രി വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ മേൽ ദൈവാത്മാവിന്റെ പ്രത്യേക നിയോഗം യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. आज रात जो वचन की मनादी कराते हैं वो प्रभु के दास के ऊपर यीशु के नाम में पवित्र आत्मा की अगुवाई प्रकट होने पाए. ശമരിയിൽ വലിയ സന്തോഷമുണ്ടായി എന്ന് പറയുന്നത് പോലെ കമോട്ടിയുടെ ദേശത്ത് ന്യൂ ബോംബെയിൽ വലിയ ആത്മസന്തോഷത്തിലേക്ക് ജനം നടത്തപ്പെടുവാൻ ഈ അവൻ സുവിശേഷ മഹായോഗം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. सामरी में परमेश्वर की आनंद वहां पर प्रकट हुई जिस प्रकार हम पढ़ते हैं. हम भी आज रात प्रार्थना करते हैं परमेश्वर कि इस कामोटे में, इस नवी मुंबई में एक बड़ी आनंद का माहौल यहाँ पर प्रकट किया जाने के लिए हम प्रार्थना करते हैं. സൗണ്ട് സിസ്റ്റത്തെ, ഇവിടുത്തെ കൊയറിനെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ സീൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. यहाँ के साउंड सिस्टम को और यहाँ पर मौजूद प्रत्येक आमेन कार्यक्रमों को यीशु मसीह के लहू के जरिए हम मुद्रित ठहराते हुए प्रार्थना करते हैं. പരിശുദ്ധാത്മാവിന്റെ ഒരു നദി ഇവിടെ ഒഴുകട്ടെ. पवित्र आत्मा की नदी यहाँ पर बहने पाए. ദൈവ പ്രവൃത്തിയുടെ മഹത്വം ഞങ്ങളെ കാണിക്കണമേ. परमेश्वर के कार्य की महिमा को हमें दिखला दे. ട്രാൻസ്ലേഷൻ ചെയ്ത ദാസനെ ബലപ്പെടുത്തണമേ. अनुवाद करने वाले आपके दास पर अपनी सामर्थ को दे. നീ അങ്ങനെ ചെയ്യുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്ന ദൈവമേ. आप ऐसा करते हैं इसलिए हम एकजुट होकर आपका धन्यवाद करते हैं. യേശുവിന്റെ നാമം ഇന്ന് രാത്രിയോട് മഹിമപ്പെടട്ടെ. यीशु का नाम आज रात यहाँ पर महिमा पाए. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയെ പരസ്യമായി കുത്തുകാഴ്ചയാക്കി അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ നാമം ഇന്ന് രാത്രിയോട് മഹിമപ്പെടട്ടെ. हर एक हाकिमों और प्रभुता को अपने हथियारों को हवाले
कराते हुए उस पर प्रबल और जयवंत होने वाले वो परमेश्वर का नाम के निमित्त आज रात आपके नाम की महिमा यहाँ पर होते रहने के लिए हम प्रार्थना करते हैं। കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുക്കരങ്ങളിൽ പ്രാർത്ഥിച്ച് ഈ സുവിശേഷ യോഗത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. हे प्रभु यीशु मसीह, हम आज रात प्रार्थना करते हुए इस सुसमाचार के सम्मेलन को आपके हाथों में हम समर्पित करते हैं। അങ്ങയുടെ നാമം മാത്രം ഇവിടെ ഉയരട്ടെ ദൈവമേ. आपके नाम की महिमा केवल यहाँ पर पाक माना जाए। ഈ മീറ്റിംഗ് ചെയർ ചെയ്യുന്ന ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. इस सभा की अध्यक्षता निभाने वाले प्रभु के दास को भी आप सामर्थ्य रूप से इस्तेमाल कर। ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. हमारी प्रार्थना और याचनाओं को सुनने के लिए धन्यवाद। യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, കേൾക്കണമേ. यीशु मसीह के अमूल्य नाम में हम प्रार्थना करते हैं, सुन और ग्रहण कर। ആമേൻ. आमेन ആമേൻ. आमेन ആമേൻ. आमेन।